വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ റിമാൻഡ് നീട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി നാളത്തേക്ക് മാറ്റി. വർഷ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. വർഷ, വിശദാംശങ്ങൾ. വിവാദമായ കേസാണ് വടകര സ്ക്രീൻഷോട്ട് കേസ്. ഇതിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ അന്വേഷണത്തിലാണ് ജിതിൻ ഭാസ്കർ, അതായത് DYFI നേതാവായിട്ടുള്ള ജിതിൻ ഭാസ്കർ അറസ്റ്റിലായത്. ഇതിൽ നിന്നും ജിതിന്റെ ഫോണിൽ നിന്നും തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ഇതുവരെ SITക്ക് സാധിച്ചിട്ടില്ല. ഈ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് SIT നൽകുന്ന വിവരം. തുടർന്നാണ് ഈ ഒരു ഫോൺ പരിശോധനയ്ക്കായി സംസ്ഥാന ഫോറൻസിക്കിന് അയച്ചിട്ടുള്ളത്. ഇതിനിടെയാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുന്നത്. ഇതേ തുടർന്നാണ് വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ SIT വീണ്ടും ഈ റിമാൻഡ് കാലാവധി നീട്ടി നൽകാൻ വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിതിൻ ഭാസ്കർ ജാമ്യത്തിന് വേണ്ടി ജാമ്യ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്. അത് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം തുടരവേ റിമാൻഡ് കാലാവധി അവസാനിക്കുമ്പോഴാണ് കോടതിയിൽ വീണ്ടും റിമാൻഡിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.